എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ കൊല്ലത്തെ MLAയും അതുപോലെ തന്നെ വനിതാ ശിശു വികസന, തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീര സംരക്ഷണം എല്ലാത്തിനും കൂടി ചേർത്തുള്ള മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാഡം. ബിന്ദുകൃഷ്ണ മാഡം അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം മാഡം. നമസ്കാരം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തൊക്കെ? ഞാൻ ബിന്ദുകൃഷ്ണ, കേരള തൊഴിൽ, വനിതാ ശിശുക്ഷേമ, മൃഗസംരക്ഷണ, ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ്. റേഡിയോ ബെൻസിയറിലെ പ്രിയപ്പെട്ടവരോട് വീണ്ടും സംസാരിക്കാൻ അവസരം കിട്ടുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കൊല്ലംകാരോട് ഏറ്റവും ഹൃദ്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് റേഡിയോ ബെൻസിയർ. ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. മാഡം, ഒരുപാട് യാത്രകളിലും ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ഒടുവിലാണ് MLA ആയി, അപ്പം തന്നെ മന്ത്രിയായി. ഈ ഒരു മുഹൂർത്തത്തിന് എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകൾ വിദ്യാർത്ഥി, യുവജന, വനിതാ രംഗത്ത് പ്രവർത്തിച്ച് പൊതുമണ്ഡലത്തിലും പ്രവർത്തിച്ച അനുഭവങ്ങൾ കൂട്ടായുള്ളപ്പോൾ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ ചേർത്ത് നിർത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അവസരം കിട്ടിയത്. ഏറെ സന്തോഷത്തോടെയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നിറവേറ്റുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ. ഇപ്പോൾ നമുക്ക് സ്ത്രീ സംരക്ഷണമൊക്കെ ഉണ്ട്, വനിതാ ശിശു വികസന സംരക്ഷണം. അതിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് വനിതാ ശിശു വികസനത്തിൻ്റെ അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷൻ്റെയൊക്കെ ഇടപെടൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ പലപ്പോഴും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല, പൂർണ്ണമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി പലയിടത്തുനിന്നും വരാറുണ്ട്. നമുക്കൊക്കെയും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ പകുതിയിലേറെ കേരളത്തിൽ സ്ത്രീകളാണ്. സ്ത്രീ സാക്ഷരതയിലും തൊഴിൽ അവസരങ്ങളിലുമൊക്കെ കേരളം ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാണ്. എങ്കിൽ പോലും വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനം നമ്മളെ അസ്വസ്ഥമാക്കുന്നു. ഗാർഹിക പീഡനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസവും ഒരു മരണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുക ഗാർഹിക പീഡനത്തെ തുടർന്ന് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ കൊലയപ്പെടുന്നു, അങ്ങനെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ കർശനമായി നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ശക്തമായ നിയമ നടപടികളുമായി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം നിയമ നടപടികൾ കൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. നിയമം നടപ്പിലാക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം മാത്രമാണ്. പക്ഷേ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ നയം രൂപീകരിക്കുന്നതോടൊപ്പം ബോധവൽക്കരണം അടക്കമുള്ള എല്ലാ പഞ്ചായത്ത് തല, വാർഡ് തല സമിതികളെ, ജാഗ്രതാ സമിതികളെ ഒക്കെ ശക്തമാക്കി, അതുപോലെ നിയമവകുപ്പും ഒപ്പം ആഭ്യന്തര വകുപ്പും ഒക്കെയായി കൂടിച്ചേർന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലെടുക്കുക എന്ന ആത്മാർത്ഥമായ ശ്രമത്തിലാണ് കേരളത്തിലെ വനിതാ വികസന വകുപ്പ്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ന്യൂസിലുമൊക്കെ. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കൊന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി സ്കൂൾ തലത്തിലും കുടുംബങ്ങളിലുമൊക്കെ ഈ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഓരോ അക്രമങ്ങളും നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുക. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും നെഞ്ചുലയ്ക്കുന്ന വേദനയാണ് കുഞ്ഞുങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പോൾ നെടുമങ്ങാടത്ത് 1.5 വയസ്സുകാരനെ ക്രൂരമായി കൊല ചെയ്തതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് മാറിയിട്ടില്ല. അതിൻ്റെ വേദനയിൽ നിന്ന് നമ്മളാരും മുക്തരായിട്ടില്ല. ഇത് വർദ്ധിച്ചു വരുന്നത് എവിടെയെല്ലാം എന്തെല്ലാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പ്രസവിച്ച അമ്മ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നത് എന്നുള്ളത്. എങ്ങനെ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ശിശു വികസന വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് നിരന്തരമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നതടക്കം അവിടെ തൊട്ട് തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ മാത്രമല്ല, മുമ്പൊക്കെ നമ്മൾ എവിടെ സുരക്ഷിതമെന്ന് കരുതിയോ അവിടെ ഒന്നും ഇപ്പോൾ സുരക്ഷിതമല്ല. സ്വന്തം അച്ഛനാണ് ഒരു കുഞ്ഞിന് ലോകത്തെ ഏറ്റവും വലുത്. അച്ഛൻ്റെ അടുത്താണ് ഏതൊരു കുഞ്ഞും ഏറ്റവും കൂടുതൽ, അച്ഛനാണ് ഹീറോ. നമ്മളടക്കമുള്ള വളർന്നു വന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സാണ്. പക്ഷേ ഏത് അച്ഛൻ്റെ അടുത്ത് ഇന്നിപ്പോൾ കുഞ്ഞിനെ നിർത്താൻ പറ്റുമെന്നുള്ള ആശങ്കയിലാണ് അമ്മ. പ്രസവിച്ച അമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത. ഏത് അമ്മയെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയിൽ കുറേ സ്ഥലത്തെങ്കിലും, എല്ലായിടത്തും അല്ലെങ്കിൽ പോലും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. മക്കൾക്ക് വേണ്ടി ഉരുകി സ്വയം ഉരുകിത്തീരുന്ന അച്ഛനമ്മമാരാണ് ഭൂരിപക്ഷവും നാട്ടിലുള്ളത്. പക്ഷേ
ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കുറേ അധികം കേസുകൾ അച്ഛനമ്മമാർ തന്നെ മക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറ്റവാളികളാകുമ്പോൾ അവിടെയും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിന് മാത്രം കുഞ്ഞല്ല, ആ കുഞ്ഞ് ഈ സമൂഹത്തിൻ്റെ കൂടിയാണ്, ഈ നാടിൻ്റെ കൂടിയാണ്. അതിന് സുരക്ഷിതമായി വളരുവാനുള്ള അവസരമൊരുക്കുവാൻ വേണ്ടി സർക്കാർ ജാഗരൂകരായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമായി ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ കൂടെ, ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ കൂടെ വളരുന്ന പഠിക്കുന്ന പെൺകുഞ്ഞിനെ, ഒരു സഹപാഠിയെ വ്യക്തിയായി കാണാൻ അവനെ പരിശീലിപ്പിക്കണം. ചിലയിടത്തെങ്കിലും സ്ത്രീയെ കേവലം ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അത് മാറിയേ മതിയാവൂ. ചിന്താശേഷിയും മസ്തിഷ്കവുമുള്ള വ്യക്തി തന്നെയാണ്, സ്വത്വബോധമുള്ള വ്യക്തി തന്നെയാണ് സ്ത്രീ. ആ ഒരു പാഠഭാഗം ഉൾക്കൊള്ളാൻ വേണ്ടി സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കണം. കൗൺസിലേഴ്സ് അടക്കമുള്ള ആളുകളെ കൂടി സഹായത്തിനായി ഉൾക്കൊള്ളണം. കുട്ടികളിൽ മാനസികമായ വൈകല്യങ്ങളെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ അപ്പോൾ തന്നെ സൈക്കോളജിക്കലായി അവരെ ട്രീറ്റ് ചെയ്ത് അത്തരം കാര്യം, അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബിഹേവിയറൽ ബിൽഡിങ്ങിന്, അതിന് ക്യാരക്ടർ ഡെവലപ്പിങ്ങിന് അതിന് പറ്റുന്ന കരിക്കുലം അടക്കം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെയായി ചേർന്നുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും, അവിടെയും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ കുറ്റവാളികളെ ശിക്ഷിച്ച് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിയില്ല. കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ, ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളിൽ കേരളത്തിൽ UDF സർക്കാരിൻ്റെ നയമെന്ന് പറയുന്നത് 0 ടോളറൻസ് ആണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ അംഗൻവാടികളെല്ലാം ഡിജിറ്റൽ അംഗൻവാടികളാക്കാനുള്ള ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെ കുട്ടികളിലെ പ്രാരംഭ വികസനം, അത് സാമൂഹ്യ ഒരു മാറ്റത്തിന് എങ്ങനെ സർക്കാർ പ്രതീക്ഷിക്കാം നമുക്ക്? തീർച്ചയായും പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ ഭാവനയിലാണ് ഈ പറയുന്ന ICDS പ്രോജക്റ്റുകൾ ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത്. എത്രത്തോളം അർത്ഥവത്തായിരുന്നു, മൂല്യവത്താണ് അതെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല സാഹോദര്യത്തോടുകൂടി വളർത്തുവാനും അവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുവാനും അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനുമാണ് ഈ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ നാളിതുവരെ ആയിട്ടും അംഗൻവാടികളിൽ പൂർണ്ണമായൊരു ഉയർച്ച, ഇപ്പോൾ എത്രയോ അംഗൻവാടി വാടക കെട്ടിടത്തിൽ കഴിയുന്നു, അതുപോലെ ഒട്ടും സ്മാർട്ടല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്മാർട്ട് അംഗൻവാടികൾ വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തിയിട്ട് അമ്മയും അച്ഛനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ വീട്ടിൽ പോകുമ്പോൾ, ഈ അടുത്ത സമയത്ത് എറണാകുളത്തൊരു സംഭവമുണ്ട്, ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അടക്കമുള്ള സംഭവം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ മാനദണ്ഡങ്ങൾ, ഒരു അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് മാനദണ്ഡങ്ങളടക്കം സർക്കാർ പുതിയതായിട്ട് നിലവിലുണ്ട്, പുതിയതായിട്ട് കൂടി ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ പോഷകാഹാരക്കുറവ് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ അഭിസംബോധനയുള്ള നടപടികൾ എടുക്കുന്നു. അംഗൻവാടി ജീവനക്കാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണ്. അവർക്കൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് അവർ ആ സ്മാർട്ട് ഫോണിൽ പോഷൻ അഭിയാനിൽ അത് എല്ലാം എൻ്റർ ചെയ്താലേ ഇങ്ങോട്ടുള്ള അരിവിഹിതം അടക്കം വരികയുള്ളൂ, ബാക്കി സാധനങ്ങൾ കിട്ടുകയുള്ളൂ. ഇത്രയും നാളുകളായിട്ട് ഫോൺ നിശ്ചലമായിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നു, പുതിയ ഐപാഡുകൾ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അതങ്ങനെ ചെയ്തു കൊടുത്ത കുട്ടികളുണ്ട്. ആ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്താലേ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വളരെ ത്വരിതഗതിയിൽ അംഗൻവാടികളെ സ്മാർട്ടാക്കിക്കൊണ്ട് അംഗൻവാടികളിലൂടെ കുട്ടികളുടെ വികാസം മാത്രമല്ല, അമ്മമാർ, ഗർഭിണികളടക്കമുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ഏറ്റവും ഗൗരവതരമായി കേരളത്തിലെ സർക്കാർ കാണുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് തൂഫാൻ, ലഹരി വിരുദ്ധ പരിപാടി. ഇതെങ്ങനെയാണ് നമ്മൾ ഈ വനിതാ ശിശു വികസന വകുപ്പിലും സ്കൂളുകളിലൊക്കെ വിപുലീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ അത് ചെയ്യണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഈ ലഹരി മാഫിയ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമായി ദൈവം വരുമെന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികളുടെ മുന്നിൽ മിഠായിയുടെ രൂപത്തിൽ ഒരു ലഹരി വരികയാണ്. ആരും അറിയത്തില്ല, ആരും അറിഞ്ഞുകൊണ്ടല്ല ലഹരിക്ക് അടിമയാണ്, വളരെ കുറച്ച് പേരെ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രത്തോളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളം അമർന്നപ്പോഴാണ് പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. വലിയ ജനങ്ങൾ ഇത്രത്തോളം ഏറ്റെടുത്തൊരു സർക്കാർ പരിപാടി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് വനിതാ ശിശുക്ഷേമ വകുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും നമുക്ക് വിലപ്പെട്ടത്.
ആ കുഞ്ഞുങ്ങൾ ഈ ലഹരിയിലൊന്നും പെടാതിരിക്കുവാൻ വേണ്ടി അവരുടെ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞതുപോലെ തൂഫാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ, ഇനി ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഇതിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് വിമുക്തമാക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല പരിപാടികളും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ തൊഴിലിടങ്ങളിലൊക്കെ വനിതകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണും. ചിലവർക്ക് വേതനം കുറവാണ്, ചിലവർക്ക് കിട്ടേണ്ട സ്വീകാര്യത കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന മേഖലയിലൊക്കെ എന്ത് ഇടപെടലുകളാണ് ഇപ്പം മാഡം പ്രതീക്ഷിച്ച് വരുന്നത്? എന്തൊക്കെയാണ് പ്ലാനിലുള്ളത്? ശരിയാ, തൊഴിലിടങ്ങൾ തൊഴിലാളി സൗഹൃദവും പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദവും ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഡീസൻറ്റ് ലൈഫിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഡിക്ലറേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീസൻറ്റ് ലൈഫ് ഇന്ത്യൻ ഭരണഘടനയും അത് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്, മൗലിക അവകാശമാണ്. അതുപോലും പലയിടത്തായി പാലിക്കപ്പെടുന്നില്ല. കർശനമായ പരിശോധനകളും പരിഹാര നിർദ്ദേശങ്ങളുമായി വകുപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പലയിടത്തും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ RMS അവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ അപ്പുറമുള്ള SBIയുടെ ഓപ്പോസിറ്റുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് മാറി. 2-3 കുട്ടികൾ എന്നെ വന്ന് കാണാൻ, അവരവിടെ ജോലി ചെയ്യുന്നു, കുറേ സ്ത്രീകൾ ജോലി ചെയ്യുന്നു, പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു. ശുചിമുറി പോലും ഇല്ല, ആകെ ഒരു ജെൻസ് ടോയ്ലറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. ഞാനത് ഫോണിൽ വിളിച്ച് അവരോട് പറഞ്ഞു, അത്യാവശ്യം സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം ഒരുക്കണം, അത് എവിടെയായാലും മസ്റ്റാണ്. അത് അവിടെ ഫണ്ടില്ല, ഇവിടെ ഫണ്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ഫണ്ടുണ്ട്, അടിസ്ഥാന കാര്യത്തിന് മാത്രം നമുക്ക് ഫണ്ടില്ല. സ്ത്രീ സൗഹൃദമായ ഒരു സമൂഹം ഒരു പരിഷ്കൃത സമൂഹമാണെന്ന് എപ്പോഴാണ് പറയുന്നത്? അവിടുത്തെ സ്ത്രീകൾ കൂടി സ്വസ്ഥവും സമാധാനപരമായ ജീവിതം നയിക്കാൻ അവസരം കിട്ടുമ്പോഴല്ലേ. ഇപ്പം ജോലി രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ജോലി ചെയ്യുന്നിടത്ത് ഒരു ശുചിമുറി പോലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്ന് ഹയർ ഒഫീഷ്യൻ്റ് വിളിക്കുമ്പോൾ അവർക്കത് നിസ്സാരം. ഞാൻ പറഞ്ഞു അത് ചെയ്തേ മതി, ഇത് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ അടിയന്തരമായി വേണ്ടുന്ന ഇതൊക്കെ കൂടിയാണ്. അതുപോലെ പലയിടത്തും എൻ്റെയൊക്കെ ചെറുപ്പം എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അപ്പോൾ അമ്മ ജോലി എന്നേക്ക് 60 ദിവസം, ഞാൻ എന്നെ പ്രസവിച്ച് 60 ദിവസമുള്ളപ്പോൾ എന്നെയും കൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ 2 വയസ്സ് വരെ വളർന്നത് തൊട്ടിപ്പുരയെന്നാണ് പറയുന്നത്. കശുവണ്ടി ഫാക്ടറിയോട് അനുബന്ധിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ അന്നൊക്കെ എല്ലാ സ്ഥലത്തും ഏകദേശം ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കാണാനില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, യുവതികൾ ജോലിക്ക് പോകുന്നൊരു സമയം ഇത്. അവർക്ക് എല്ലാവർക്കും കുഞ്ഞാണ്. മാറ്റേണിറ്റി എന്ന് പറയുന്ന, മാതൃത്വം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം. തലമുറകൾക്കായി സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബം അത്രയും ത്യാഗം ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത്തരം കേരളത്തിൽ എല്ലായിടത്തും കൃഷികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഒരമ്മയ്ക്ക് കുഞ്ഞ് സുരക്ഷിതമാണ് ഒരിടത്ത് ഉണ്ടെന്ന് അറിഞ്ഞാൽ സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് ക്വാളിറ്റേറ്റീവായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് നടക്കണമെങ്കിലും അതുണ്ടായേ മതിയാവും. നിലവിൽ അതൊന്നുമില്ല. എവിടെയും ഉള്ള പരിമിതികൾക്കിടയിൽ ജോലി ചെയ്യൂ. അതല്ല ഇന്ന സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി. ഇപ്പം നാട്ടിൽ മുഴുവൻ അതാണ്. അതൊന്നും നടക്കത്തില്ല. ബേസിക് മാനദണ്ഡമാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം എല്ലാ ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, എല്ലാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടാകണം. അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള 6 മാസം വരെ നിയമപരമായിട്ട് നമുക്കിപ്പം മെറ്റേണിറ്റി ലീവുണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളും അത് കൊടുക്കത്തില്ല. അവരവരുടെ സൗകര്യം പോലെ 2 മാസം 3 മാസം ഒക്കെയാണ് കൊടുക്കുന്നത്. നിർബന്ധമായും മുഴുവൻ സ്ഥലത്തും അത് നടപ്പിലാക്കും. അതുപോലെ മാനുഷികമായ പരിഗണന എല്ലായിടത്തും തൊഴിലാളികൾക്ക് ലഭ്യമാകണം. എൻ്റെ മനസ്സിന് വേദനിക്കുന്ന ഒത്തിരി അസംഘടിത മേഖലകളുണ്ട്. ഗാർഹിക തൊഴിലാളികൾ, അവർക്ക് ഒരു നിയമവുമില്ല. ഒരാളുടെ സ്വകാര്യ വീടാണ് ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ നിർവചനത്തിൽ വരുന്നില്ല. പക്ഷേ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിന് കർശനമായ നിർദ്ദേശം നൽകി ഞങ്ങളെല്ലാവരോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഗിഗ് വർക്കേഴ്സ്, നമ്മുടെ കുട്ടികളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുക. പോകുന്ന വഴിയിൽ ആക്സിഡൻറ്റ് പറ്റിയാൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, പക്ഷേ ജോലി സംബന്ധമായി അതിനൊന്നുമില്ല. കാരണം അവർ അൺരജിസ്റ്റേർഡ് ആളുകൾ എത്ര പേരുണ്ടെന്നോ ആരെവിടെ ജോലി ചെയ്യുന്നോ ആർക്കും അറിയില്ല. അവരുടെ കൂലിയെക്കുറിച്ച് നിശ്ചയമില്ല. അതിനും ഗിഗ് വർക്കേഴ്സിനും പെട്ടെന്ന് തന്നെ നിയമനിർമ്മാണം നടത്താനുള്ള ഡ്രാഫ്റ്റൊക്കെ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. എൻ്റെ ശ്രദ്ധയിലുള്ള സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള പരമാവധി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടത്തിയെടുക്കാമെന്നുള്ളതല്ല, പക്ഷേ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ. അപ്പോൾ പുതിയ ജോലി നയത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏതൊക്കെ മേഖലയിൽ എത്തിച്ചേരാൻ പറ്റുമോ ആ മേഖലയിലെല്ലാം നമ്മൾ
എത്തും എന്നുള്ളത്. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. കാരണം പുതിയ ലേബർ കോഡ് വന്നു. പതിറ്റാണ്ടുകളായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഈ രാജ്യത്തുണ്ടായിരുന്ന നിയമങ്ങൾ ഗുണപ്രദമായതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം തുടർന്നു. സ്വാതന്ത്ര്യാനന്തരം നിരവധിയായ നിയമങ്ങൾ ഉണ്ടായി. അതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് തൊഴിലാളികൾക്ക് അവകാശങ്ങൾ, ESI, പ്രോവിഡൻറ്റ് ഫണ്ട്, ബോണസ് ഇതൊക്കെ കിട്ടിയിരുന്നത്. അതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി ലേബർ കോഡ് വന്ന്. അതുപോലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാൽ ചോദിക്കാൻ പറ്റാത്ത വരെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കേരള സർക്കാർ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഒരു വനിതയാണ്, അമ്മയാണ്, മന്ത്രിയാണ്. ഈ തൊഴിൽ ജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതവും ഒക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? അതിന് കുറുക്കുഴിയൊന്നുമില്ല, കഠിനാധ്വാനം തന്നെയുണ്ട്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് മാറ്റി വയ്ക്കാനാവില്ല. രണ്ടും ഉണ്ടായി. കുടുംബം ഓഫ് കോഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റാണ്. അപ്പോൾ അത് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് ശീലമാണ്. കാരണം ചെറുപ്പത്തിൽ അത് പഠനവും രാഷ്ട്രീയമായിരുന്നു. വളർന്നു വന്നപ്പോഴാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ കുടുംബത്തിനൊരു ദോഷം വരുന്ന, അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ള കടമ, എൻ്റെ കുടുംബാംഗങ്ങളോട്, ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ അവരോടുള്ള കടമ, സഹോദരനുണ്ട്, സഹോദരൻ്റെ കുടുംബമുണ്ട്, ഭർത്താവ്, എൻ്റെ മകൻ, ഞങ്ങളുടെ മകന്, ഞങ്ങളുടെ കുടുംബം, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അവരെ എല്ലാവരെയും നന്നായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല. പിന്നെ അതിന് പ്രശ്നമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ജോലി തിരക്കുള്ള എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഈ കിടക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ഭക്ഷണം കഴിച്ചില്ലേ, ഞാൻ അവന് ഭക്ഷണം കൊടുത്ത് അവൻ്റെ പാത്രം കഴിച്ചിട്ടേ പോയി കിടക്കുള്ളൂ. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ 21 വയസ്സായി എങ്കിൽ പോലും അവനൊരു ഡ്രസ്സ് ഊരി, എപ്പോഴും സിസ്റ്റമാറ്റിക്കൊക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ ചിലപ്പോഴൊക്കെ പിള്ളേർ അശ്രദ്ധ കാണിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ ഡ്രസ്സ് ഊരി എവിടെയെങ്കിലും ഇട്ടേക്കായിരിക്കും. അത് ഞാൻ എടുത്ത് കഴുകാനുള്ളടുത്ത് ഇടുകയും, അത് കഴുകാൻ കിടപ്പുണ്ടെങ്കിൽ അത് കഴുകാനായിട്ട് ഇടുകയും. എന്താണെന്ന് വെച്ചാൽ എന്താണോ വീട്ടിൽ ചെല്ലുമ്പോൾ കാണും. ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പം എന്തെങ്കിലും ഇത്തിരി അഴുക്ക്, തറയിൽ അഴുക്കുണ്ട്, അപ്പോഴും ഞാൻ തൂത്തിട്ട് എൻ്റെ കാര്യത്തിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും ഒരാഴ്ചത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഭർത്താവിനും മകനും ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ പോകാറുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ആരും എന്നെ അടിച്ചേൽപ്പിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നോട് പരിഭവം ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന, ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടും. ഞാൻ എവിടെയെങ്കിലും ദൂരയാത്ര നാളെ ഉണ്ട്, ആ രാത്രി ഉറങ്ങത്തില്ല. കാരണം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി വെച്ച് എൻ്റെ ഈ തിരക്കുകൾ കഴിഞ്ഞ് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ ബാക്കി എല്ലാം ഒതുക്കി വെച്ചിട്ടേ ഞാൻ പോകും. ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തില്ലെങ്കിലും ഇതൊക്കെ നടക്കും. പക്ഷേ എനിക്ക് ചെയ്താലേ സമാധാനമുള്ളൂ. അപ്പോൾ കുറുക്കുവഴികളൊന്നുമില്ല, ആത്മാർത്ഥമായി. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്കൊരു സ്നേഹവും പരസ്പര വിശ്വാസവും തന്നെയാണ് എല്ലാ ബന്ധങ്ങളെന്നല്ല, അത് കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ഒക്കെ നടന്നത്. അടിസ്ഥാനപരമായി അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും വളരെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കൊണ്ട്, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. വലിയൊരു വിജയം തന്നെയാണ്. വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനെല്ലാത്തിനും പ്രതികരിക്കാറുണ്ടോ? അങ്ങനെ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കും. ഒരു വിമർശനം വരുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നോ, നമ്മളറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നോ, തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, പരിഹരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഭൂരിപക്ഷവും കാമ്പില്ലാത്ത വിമർശനം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഭാവനാ സൃഷ്ടികളും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോഴേ കളയും. ഇതൊന്നും നമ്മൾ മനസ്സിലേക്കരുത്. കാരണം വ്യക്തിപരമായി ഞാനെന്ന വ്യക്തിയെ ഒന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അത് അടിമുടി സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ളൊരു വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഞാൻ പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളിനെ ഇല്ലാക്കഥ വെച്ചേ അപമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയല്ലാതെ അതൊന്നും എടുത്ത് മനസ്സ് പിടിക്കും. ഒരു കാര്യം എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും നമ്മളെന്ന വ്യക്തി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരാളായിരിക്കണമെന്ന്. ആരെ വേദനിപ്പിക്കരുത്, മിനിമം ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. അപ്പോൾ ചിലർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് നമ്മളിങ്ങനെ ആക്ഷേപിക്കുമ്പം സായുജ്യയോടെ എന്തെങ്കിലും ആത്മനിർവൃതി കിട്ടുമായിരിക്കും. അതവരനുഭവിച്ചോട്ടെ, അതതിൻ്റെ വഴിക്ക് പോകും. നമ്മളങ്ങനെയല്ല, നമ്മളെ അടുത്തറിയാവുന്നവർക്കറിയാം. ദൈവത്തെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഈശ്വരനും അറിയാം. വേറൊന്നും കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്തായിരിക്കും? ഒരുപാട് നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഴയ കാലത്തേക്കാൾ എല്ലാവർക്കും ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്, സാമൂഹ്യ ജീവിതം വളരെ നന്നായി എന്നൊക്കെയാണ് നമ്മുടെ വിലയിരുത്തൽ. പക്ഷെ ഓരോ ദിവസവും നമ്മളെയൊക്കെ വന്ന് കാണുന്ന ആളുകളുടെ കണ്ണുനീരും കഥകളും എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം ഇനി സമൂഹത്തിൽ വരാനുണ്ട്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പം തീരും അതിൻ്റെ വീടിൻ്റെ അടിത്തറ.
അങ്ങനെ ഈ രോഗങ്ങൾ പല രീതിയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടും തളർന്നുകൊണ്ടും ഇരിക്കുന്നു. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീ എന്ന നിലയിൽ ആരുടെ ഔദാര്യമല്ലാതെ സ്ത്രീകൾക്ക് സ്വാഭാവികമായി പകുതി അവസരങ്ങൾ കിട്ടുകയാണെന്നുള്ളതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണെങ്കിലും അതിലേക്കാണ് ഞാൻ വളരെ പ്രാധാന്യത്തോടെ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം, ഉണ്ണാനും ഉടുക്കാനുമൊക്കെ ഉള്ള അത്യാവശ്യമുള്ള വലിയ രോഗബാധയൊന്നുമില്ലാതെ എല്ലാവരും ജീവിച്ചു പോകുന്ന ഒരു നല്ല കാലമാണ് സ്വപ്നം കാണുന്നത്. എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും അമ്മമാരും ഉണ്ട്. അതുപോലെ ഉൾനാടൻ മത്സ്യമേഖലയിൽ, അതുപോലെ ആദിവാസി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പുതിയ തൊഴിൽ നയം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരെയൊക്കെ നല്ല രീതിയിലുള്ള ഉൾപ്പെടുത്തലാണോ ഇവരുടെ ഭാഗത്തിരുന്നൊക്കെ ഉണ്ടായിട്ട്? തീർച്ചയായും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സമൂഹം ചേർത്ത് നിർത്തേണ്ട ജനവിഭാഗമാണ് അവർ. കടലമ്മയുടെ മക്കളാണെന്ന് പറയും, കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് പറയും. പക്ഷേ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്നത് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ബഡ്ജറ്റിൽ തന്നെ മണ്ണെണ്ണ സബ്സിഡി എടുത്ത് കളഞ്ഞിരുന്ന് തിരിച്ചു കൊണ്ടുവന്നതടക്കമുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. അവർ ആദിവാസി വിഭാഗങ്ങളും ദുർബല വിഭാഗങ്ങളും എല്ലാവരും അവർക്കെല്ലാം നിലവിലുള്ള പദ്ധതികൾ. ഒരു കാര്യം ഞാൻ കൗതുകത്തോടെ പലപ്പോഴും ആശ്ചര്യത്തോടെ അതിലേറെ അമർഷത്തോടെ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചാൽ ഫിഷർമെൻ ആയിട്ടുള്ള പുരുഷന്മാരുടെയും അതുപോലെ മത്സ്യം വിൽക്കുന്ന സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചതിൻ്റെ കഥ പറയും. നമ്മൾ നാട്ടിൽ ചെന്ന് നോക്കി ഈ കോടിയൊക്കെ എങ്ങോട്ട് പോകുന്നു? അർഹരായവർ പലരും ഇപ്പോൾ നമ്മുടെ കൊല്ലം കടപ്പുറത്ത് ചെന്നാൽ തന്നെ ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ 2-3 ഭരണ വീടുകളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു വീട്ടിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അഡ്രസ്സ് ചെയ്യാതെയാണ് ആളുകൾ കോടികൾ കണക്കിന്. ആദിവാസി ഊരുകളിൽ പോയി നോക്കൂ, പോഷകാഹാരമില്ലാതെയും ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാതെയും ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലെ സർക്കാരുകൾ ആദിവാസികൾക്ക് വേണ്ടി ചിലവാക്കിയ കോടികളുടെ കണക്ക് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് തല ഇറങ്ങും. അത് അല്ല വേണ്ടുന്നത്. ഈ 1 രൂപ സർക്കാർ ചിലവാക്കിയാലും അത് ആ ബെനിഫിഷ്യറിയുടെ കയ്യിൽ എത്തുക എന്നതാണ് അതിലേറ്റവും പ്രസക്തമായ കാര്യം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കേരള സർക്കാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊല്ലത്തിൻ്റെ വികസനമാണല്ലോ. ഇപ്പം കൊല്ലത്തിന് ഒരുപാട് പദ്ധതി, കോർപ്പറേഷൻ്റെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വനിതാ ശിശു വികസന വകുപ്പും ചേർന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഒരുപാട് കോൺട്രിബ്യൂഷൻ നമുക്കിപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാണ് എന്താ പറയുക, കുട്ടികൾക്ക് കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടാക്കി. ഈ ഹോമിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കുറവാണ്. അതുകൊണ്ട് അത് പരമാവധി ആളുകളിൽ നിന്ന് അവിടെ എല്ലാ പ്രധാനപ്പെട്ട കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒരു അലമാര വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ച് കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉപയോഗപ്രദമാണ്. അങ്ങനെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ കൊല്ലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണം. നമ്മുടെ കൊല്ലത്തും കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി സ്ത്രീകളുടെ ജീവിതം, തൊഴിലാളികളുടെ ജീവിതം ഒക്കെ നല്ലതാക്കാൻ വേണ്ടിയുള്ള നൂതനങ്ങളായ നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അവ നടപ്പിലാക്കും. അതുപോലെ ഈ മന്ത്രിയാവും MLAക്ക് പ്രവർത്തിക്കുന്നു, മനസ്സിന് നമുക്ക് തൃപ്തി തന്ന ഒരു പ്രവൃത്തി. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഒരുപാടുണ്ട്. ഓരോ ദിവസം ഇപ്പം പതിറ്റാണ്ടുകളെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. പരാജയങ്ങൾ പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പലപ്പോഴും തകർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ കുടുംബത്തൊക്കെ എല്ലാവരും പരാതി പറയും. കുടുംബാംഗങ്ങളൊക്കെ പലരും പരാതി പറയും, ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്നൊന്നും ആയില്ല, ഇത്രയും ഇനി ഇത് നിർത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കും. ചിലർ ആത്മാർത്ഥം ചോദിക്കും, ചിലർ കുത്തി നോവിക്കാനും ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ ജനങ്ങൾ തരുന്ന സ്നേഹമാണ്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിനകം പലരും പല ആവശ്യങ്ങൾക്കായി ഇപ്പോൾ പിന്നെ മന്ത്രി എന്ന നിലയിൽ കൂടുതൽ ആളുകളെ സമീപിക്കും. അതിന് മുമ്പും ആളുകൾ വരും. കുറേ കാര്യങ്ങൾ കൺസേൺഡ് ആളുകളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, ചിലരൊക്കെ കളിയാക്കി, ഉമ്മൻചാണ്ടി സാറിനെ കളിയാക്കി പറയാറുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് വരെ അടുത്ത് ഫോൺ ചെയ്യുമെന്ന് പറയുന്ന കണക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങൾക്ക് പരമാവധി നമ്മൾ ആളുകളെ ഇപ്പോൾ പിന്നെ നേരിട്ട് അധികം വിളിക്കാൻ പറ്റുന്നില്ല, ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതുവഴി. മുമ്പ് ഇതെല്ലാം നേരിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വിളിച്ച് കുറേ കാര്യങ്ങൾ നടക്കും. എല്ലാം നടന്നില്ലെങ്കിലും കുറേയൊക്കെ നടക്കും. ഈ നടക്കുമ്പോൾ അതിന് വരുന്ന ആളുകളുടെ മുഖത്ത് ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പകർന്നിരുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഞങ്ങളുടെ മൂലധനം അതാണ്, അല്ല പണമോ പത്രാസോ ഒന്നുമല്ല. ഞങ്ങളുടെ മൂലധനം ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ
അവരുടെ ഒരു നന്ദി പ്രകടനമായിട്ടുള്ള ഒരു നോട്ടം മാത്രം മതി, ഞങ്ങൾക്ക് ഊർജ്ജമായി കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പല കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എവിടെ പോയാലും മാഡത്തിനെ കാണുമ്പോൾ ആൾക്കാർ ഓടി അടുത്ത് വരും, ചിലപ്പം സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നിരുന്നു, കാണാനായിട്ട് വന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ ദൂരെ നിന്ന് കണ്ടപ്പോഴും എൻ്റെ മന്ത്രിയാണ് വരുന്നതെന്ന് ഓടി നിന്ന് കിട്ടും. അവരെ ഒന്ന് 2 സെക്കൻഡ് ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് അടുത്ത ജോലിക്കൊക്കെ പോകും. അപ്പോൾ അവർ തരുന്ന ഈ സ്നേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും കൊല്ലത്തെ അത് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നനയും. എന്നുവെച്ചാൽ എത്ര പേരാ, നമ്മൾ ആരുമല്ലല്ലോ, സാധാരണക്കാരല്ലേ, പക്ഷെ ആളുകളെല്ലാം അവരെ കുടുംബത്തിൽ അംഗമായി കാണുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ചെല്ലുമ്പം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകരടക്കം വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരടക്കം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചൊരു വിജയമാണ്. കൊല്ലക്കാർ ഓഫ് കോഴ്സ് ഉണ്ട്, അവർ നമ്മൾ വോട്ട് തരികയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തു. ഇതല്ലാതെ കൊല്ലത്തിന് പുറത്തുള്ള ആളുകളും എല്ലാവരും എത്ര പേരാ പറയുന്നത്, ഇപ്പോഴും ആ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പതിറ്റാണ്ടുകളെ കഷ്ടപ്പെടുന്ന ഒരാൾ ജയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം സാധാരണക്കാരെന്നല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രോത്സാഹനമായിട്ടുണ്ട്. ഞാൻ അല്ലാതെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, ഈ വരുന്ന നിൽക്കുന്ന ആൾ ഏത് പാർട്ടിയാണോ എന്ന് നോക്കാറില്ല. വേറെ പാർട്ടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവരോട് സംസാരിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞല്ല, ഞാൻ ഇന്ന പാർട്ടിയെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ എന്നെ വിളിച്ച് എൻ്റെ എന്തെങ്കിലും ഒരു വിശേഷം അറിഞ്ഞ് എന്നെ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്, എനിക്കൊരു മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണോ? പിന്നെ തീർച്ചയായും, അല്ലാതെ എന്താ കാര്യം. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ച് അവർ വോട്ടൊന്നും മാറ്റി ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ. പക്ഷേ എങ്കിലും ഒരു വ്യക്തികൾ ബന്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഡറെയും ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ആളുകൾ അവരെത്ര കൃത്യമായി, അവർക്ക് ആളില്ലെങ്കിൽ, അവരുടെ ചുറ്റും ആളില്ലെങ്കിൽ എന്താ പറയുക, കരയെ പിടിച്ചിട്ട് മീനെ പോലെ എന്ന് അവരെ കളിയാക്കിയും സ്നേഹത്തോടെയും ഒക്കെ ആളുകൾ പറയും, വീട്ടുകാരുൾപ്പെടെ പറയും. അത്രയൊന്നുമല്ല അവരുടെ ഒന്നും മുന്നിൽ അത്രയൊന്നും എത്താനുള്ളതൊന്നും നമ്മളല്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. നമുക്ക് കിട്ടുന്ന ഊർജ്ജം ഇത്ര പേരുടെ സ്നേഹമാണ്, കലവറയില്ലാത്ത സ്നേഹമാണ്. ചിലപ്പോഴൊക്കെ അത് പണിയായും വരാറുണ്ട്. ഈ ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ കൂടുന്നിടത്ത് കെട്ടിപ്പിടിച്ച് ഇന്നും എൻ്റെ മുഖത്ത് മുറിവുണ്ടായി, മീൻസ് അറിയാതെ പറ്റിപ്പോവും ഈ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് വേദന വരത്തില്ല. അത് ആളുകളുടെ സ്നേഹപ്രകടനം, ഒരുപാട് സ്നേഹപ്രകടനം. അത് സാധാരണ ആത്മാർത്ഥതയുള്ളതാണ്. ആത്മാർത്ഥത ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റ് പൊതുജനത്തിനെ കാണാം. വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരെ നമ്മൾ കണ്ടാൽ വോട്ടിനാന്ന് പറയാം. മറ്റു പാർട്ടിക്കാർ വോട്ട് തരത്തില്ലല്ലോ, പക്ഷെ അവരൊക്കെ നമ്മുടെ നാട്ടുകാരല്ലേ, ഒരുപോലെ കണ്ടു. പ്രത്യേകിച്ചും ജയിച്ചതിന് ശേഷം പൂർണ്ണമായും ഒരുപോലെ തന്നെ കാണുന്നത്. കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ മുന്നിൽ വരുന്ന ആളൊരു ആവശ്യം പറയുമ്പോൾ ചെയ്യാവുന്നതാണെങ്കിൽ, ഞാനും അതെ, എൻ്റെ ഓഫീസും അതെ, ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കുക. അവിടെ പാർട്ടി പ്രശ്നമില്ല. ആളുകൾ ഒരാൾ, പ്രത്യേകിച്ചും കൊല്ലക്കാർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ അവകാശമാണ് നമ്മളെ നടത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ് കുട്ടികളുടെ ഇടയിലും, അതുപോലെ യുവാക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം വീട്ടിലെ അമ്മമാരിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവരോടൊക്കെ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ എന്താണ് ഇവരോട് പറയാനുള്ള കാര്യം? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ എടുത്തിട്ട വിഷയമാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സെക്രട്ടറിയും വനിതാ വികസന ഡയറക്ടറും എല്ലാം ചർച്ച ചെയ്ത വിഷയം. കേരളത്തിൽ പലയിടത്തും അമ്മമാർ മക്കളെ ഉപേക്ഷിച്ചങ്ങ് പോകും. മുമ്പൊന്നും അതങ്ങനെ അത്യപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിവുണ്ട് എത്ര ചിന്തിച്ചിട്ട് ഇതിനെന്താ പരിഹാരമെന്ന് മനസ്സിലാവുന്നില്ല. പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള പ്രശ്നം. ചിലപ്പോൾ വീട്ടുകാരുടെ സ്നേഹമില്ലായ്മ ആയിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ എന്താ പറയുക മദ്യവും മയക്കുമരുന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരിക്കാം, മറ്റ് ചിലയിടത്താണെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിരിക്കാം, ഇനിയും ചിലയിടത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ. എല്ലായിടത്തും അതുണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത കുറേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എന്തായാലും അതിനൊക്കെ എതിരായിട്ട് സോഷ്യൽ മീഡിയ, ഫോൺ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടാകണം. എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലിമിറ്റിനപ്പുറം പോയാൽ തീർച്ചയായും ദുരന്തങ്ങളായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആളുകൾ അവരോട് അനുഭവം വെച്ച് പറഞ്ഞാലും കേൾക്കുന്നവരിൽ പലർക്കും മനസ്സിലാവത്തില്ല. അവനവന് അനുഭവം പറയുന്ന അതിൽ പെട്ട് കഴിഞ്ഞിട്ട് കൈയും കാലും ഇട്ടടിക്കലാണ് നടക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായൊരു ബോധവൽക്കരണവും ഒരു സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് പരമാവധി പദ്ധതികളും അതുപോലെ തന്നെ കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനൊക്കെ കൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിച്ചായിരുന്നു. അപ്പം ഒരുപാട് വനിതകൾക്ക് ഉപയോഗമുള്ളൊരു പദ്ധതിയാണ്. ചിലവരത് വിമർശിക്കുന്നതുകൊണ്ട്, വിമർശിക്കുന്നവർ ഉപയോഗിക്കേണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ
സഹോദരന്മാരുണ്ടല്ലോ, ആണുങ്ങളെ സഹോദരൻ, അവർക്കൊരു പദ്ധതികളും ഇല്ല എന്നൊരു പൊതുവെ ഒരു പരാതിയുണ്ട്. അപ്പോൾ ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ അവരോട് എന്താ പറയാനുള്ളത്? അല്ല, സഹോദരന്മാരെ, പുരുഷന്മാരെ മാറ്റി നിർത്തിയൊരു വികസനം നമുക്ക് സാധ്യമല്ല. ഈ സ്ത്രീ ശാക്തീകരണത്തിനായി എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പുരുഷന്മാരും ചില സ്ത്രീകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സ്ത്രീകൾക്ക് മാത്രം മതിയോ? ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ തന്നെയാണ്, ആണുങ്ങൾക്ക് വേണ്ടേ? ആണുങ്ങൾ ഒരു സേഫ് പൊസിഷനിലാണ് ഒരു പരിധിവരെ ഉള്ളത്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുത്തു? ഒരു സ്ത്രീയുടെ ഇപ്പം എത്രയോ സ്ത്രീകൾ, ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ്സിൽ കയറി സ്ത്രീകളോടൊക്കെ ചോദിച്ചു. ഇപ്പോൾ അഞ്ചൽ, ആയൂർ, കൊളുത്തുപ്പുഴ എന്നൊക്കെ വരുന്നവർക്ക് ദിവസം 150-200 രൂപ സേവ് ചെയ്യുന്നു. ഒരു സ്ത്രീ 200 രൂപ സേവ് ചെയ്താൽ അത് കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പുരുഷന്മാർ എല്ലാവർക്കും അങ്ങനെയല്ല, അങ്ങനെ ഉള്ളവരും അധികം ഉണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്തവരും അധികമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെ സഹായിക്കുകയാണ്. ഈ പുരുഷനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം. പുരുഷന് 10 രൂപ, 50 രൂപ, 100 രൂപ, 150 രൂപ കൊടുത്ത് ബസ്സിൽ പോകുന്നെങ്കിൽ പോലും അവൻ്റെ വീട്ടിൽ 200 രൂപ അല്ലെങ്കിൽ 150 രൂപ എത്രയാണെന്ന് വെച്ചാൽ അത് സേവായി വരിക. അതുകൊണ്ട് പുരുഷനെതിരെയുള്ളൊരു വെല്ലുവിളിയല്ല. ഭൂരിപക്ഷം പുരുഷന്മാർക്കും സ്വന്തമായി ഏണിങ്സ് ഉണ്ട്. സ്ത്രീകളിൽ പകുതിയോളം പേർക്ക് ഇപ്പോഴും ഇല്ല. അപ്പോൾ അവരെ സഹായിക്കുക, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നേട്ടം മാത്രമല്ല, അതാ കുടുംബത്തിന്, ഈ പറയുന്ന പുരുഷനാണെന്ന് പ്രയോജനപ്പെടുന്നത്. ആ നിലയിലേക്കാണ് പോകുന്നത്. പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് മുത്തശ്ശിമാരുടെ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ അങ്ങ് തീരും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കോടതികളിൽ കയറി ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഈ പണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വനിതകൾ ഒരുപാട് വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. അപ്പോൾ ജോലിപരമായിട്ടൊരു തർക്കം, വീട്ടിലൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇവർ കോടതി വരെ കയറി, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വലിയ കുടുംബങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു വീട്ടിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതി എങ്ങനെയായിരിക്കും? ഒന്നാമതായി നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ കൊണ്ടാണ് കേരളത്തെ, ഇന്ത്യയെ പാശ്ചാത്യ ലോകങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത്. ആ കാലത്തുനിന്ന് മാറി ഇപ്പം പാശ്ചാത്യരെക്കാൾ വേറൊരു രീതിയിലാണ് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത്. ചിലർ പറയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയി, തൊഴിൽ കൂടിപ്പോയി, കൈ കാശുള്ളത് കൊണ്ടാണ് വിവാഹമോചനം കൂടുന്നതെന്ന്. ഒരിക്കലുമല്ല. അത് കുറേ എടുത്തെങ്കിലും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഒരു മുഴം കയറി ജീവൻ കൊടുക്കാത്തത്. എന്തെങ്കിലും കുടുംബ തർക്കം ഉണ്ടെങ്കിൽ പെരുവഴിയിലേക്കാണ് സ്ത്രീ ഇറങ്ങുന്നത്. പുരുഷന് സേഫാണ്, വരുമാനമുണ്ട്, കുടുംബ കാര്യങ്ങൾ. നാൾ വരെയും സ്ത്രീക്ക് കിട്ടുന്ന സ്വർണ്ണവും പണവും പോലും പുരുഷൻ്റെ കയ്യില്ല, വളരെ ചുരുക്കം വീട്ടിലേ അല്ലാതുള്ളൂ. അപ്പം ഏത് തലത്തിലും ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. ചില സ്ത്രീകൾ തിരിച്ച് ചെയ്യുന്നതുണ്ട്. അതല്ല, ഭൂരിപക്ഷത്തെ വെച്ചല്ലേ നമുക്കൊരു കാര്യത്തെ അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, പണ്ടുള്ളവർ വരും 2 കൈയിലും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ എന്ന്. അതുതന്നെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ വിചാരിച്ചാലേ കുടുംബം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും കുടുംബത്തിൽ മുമ്പൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ ശൈലി എന്താ, രീതി എന്താ, ആ കുടുംബത്തിലെ ഏറ്റവും മൂത്തത് ആരാണോ അവരാണ് കുടുംബത്തിൻ്റെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നയപരമായി. ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാരാണോ, കുട്ടി ആരാണോ, അവരുടെ ഇഷ്ടങ്ങൾ കണ്ട് ഫുഡായാലും ആഘോഷം എല്ലാം അങ്ങനെയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി മാറി. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരസ്പരം സൗഹാർദ്ദമായി തുറന്ന് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞാൻ അഭിഭാഷകയായി 15 വർഷം സീരിയസ് പ്രാക്ടീസ് നടത്തിയ ആളാണ്. എല്ലാ കോടതികളിലും കേസ് നടത്താറുണ്ട്. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നതും ഈ പറയുന്ന പോലെ കണ്ണ് നനയിപ്പിക്കുന്നതും കുടുംബ കോടതി പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. ഗാർഡിയനും വാട ഒപ്പിയെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളില്ലാത്ത ദിവസം നോക്കി കൊണ്ടുവരാൻ വേണ്ടി വയ്ക്കും. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടത്തുന്ന ഗോഗ വിളികൾ, കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലികൾ, ഇതൊക്കെ എന്തുമാത്രം പ്രയാസപ്പെടുന്നു. അങ്ങനെ കേസ് നടത്തിയ പലതിലേക്കും ആ മനുഷ്യരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന, അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച് ഇടപെടുമ്പോൾ കാണുന്ന 2 പേരും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒരാളൊന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല, അല്ല എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം തീരും പ്രശ്നം. ഇത് പറയത്തില്ല. ആരാദ്യം സംസാരിക്കും? ആരും സംസാരിക്കില്ല. ഇപ്പം കാണിച്ചു തരാമെന്നാണ് പറയുന്നത്, ഇപ്പം ശരിയാക്കി തരാമെന്നാണ് പറയുന്നത്. നേരെ കുടുംബ കോടതി, വനിതാ സെല്ല് ഇങ്ങനെ നടക്കും. അതേസമയത്ത് ഒന്ന് സംസാരിച്ച് തീർത്താൽ തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകും. അത് ഈ നാടിന് അനിവാര്യമാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള സന്ദേശം എന്തുവാ? റേഡിയോ ബെൻസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്.
കേരള സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സർക്കാർ എന്നത് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ്. ജനതാല്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ആ നയത്തിനൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. അപ്പം അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡ് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. റെനീഷ് ആൻ്റണി. നന്ദി.